പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU മലയോര മേഖലാ ജാഥയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 24 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനോടനുബന്ധിച്ചാണ് മേഖലാ ജാഥ സംഘടിപ്പിച്ചത്. ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കുക, ഇന്ധനവില വർധനവ് പിൻവലിക്കുക, സംസ്ഥാന സർക്കാരിന്റെ അധിക നികുതി കുറയ്ക്കുക, മോട്ടോർ വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തുന്നത്. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയ മലയോര മേഖലാ ജാഥ എടക്കരയിൽ സമാപിച്ചു. നിലമ്പൂരിൽ നൽകിയ സ്വീകരണ സംഗമത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ N അറുമുഖൻ, വൈസ് ക്യാപ്റ്റൻ KP ഫൈസൽ, മാനേജർ MA ജലീൽ, CITU ഏരിയ സെക്രട്ടറി ശിവാത്മജൻ, സൂര്യപ്രകാശ്, VC ശ്രീധരൻ, മാത്യു കാരംവേലി, ശിവൻ എന്നിവർ സംസാരിച്ചു. എങ്ങനെയാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് തൊഴിലാളി വിഭാഗം എത്തിയത് എന്നുള്ളത് നമ്മളൊന്ന് പുനഃപരിശോധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കാരണം പറയുന്നത് യുദ്ധത്തിന്റെ ഭാഗമായാണ്. യുദ്ധം നടക്കുന്നതിന്റെ ഭാഗമായി പാചകവാതക സിലിണ്ടറുകളേതുപോലെ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലാ ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU മലയോര മേഖലാ ജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ N അറുമുഖൻ ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസൻസിന് വേണ്ടി സഖാവു, ബീഡിക്ക് വേണ്ടി KT നാസർ, ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി സഖാവ് വിജയൻ, KCBക്ക് വേണ്ടി വർക്കേഴ്സ് അസോസിയേഷന് വേണ്ടി അജീഷ്, വഴിയോരം KT സമീർ. നമുക്കറിയാം, മോട്ടോർ മേഖല നമ്മൾ 2014 BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയതാണ്. ഈ മോട്ടോർ മേഖല മുഴുവൻ, റോഡ് മേഖല മുഴുവൻ കുത്തക കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിന് വേണ്ടി നിയമം നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. 2014 പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. അത് 2015 വരെ പാർലമെന്റിലും രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ സമരങ്ങളും മോട്ടോർ മേഖലയിൽ ഓൾ ഇന്ത്യ തലത്തിൽ 4 മേഖലാ ജാഥകൾ അഖിലേന്ത്യാ തലത്തിൽ പ്രചരണം നടത്തുകയും വലിയ രീതിയിൽ പണിമുടക്കുകളും പാർലമെന്റ് മാർച്ചുകളും അടക്കം നടത്തിയതിന്റെ ഫലമായി 2015 വരെ ആ നിയമം രാജ്യത്ത് നടപ്പാക്കാൻ BJP ഗവൺമെന്റിന് കഴിഞ്ഞില്ല. പിന്നെയോ 2019 വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് ഇനി എന്തും ചെയ്യാനുള്ള അധികാരമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ ആ ദാർഢ്യത്തിൽ ഈ വാഹന നിയമം 5 ഭേദഗതികളോട് വരുത്തി. മോട്ടോർ തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് അർജുനൻ അധ്യക്ഷനായി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം M മോഹൻദാസ്, ഏരിയ പ്രസിഡന്റ് KT മുഹമ്മദ് അലി, വൈസ് ക്യാപ്റ്റൻ KP ഫൈസൽ, MA ജലീൽ, സക്കീർ വാണിയമ്പലം, ഷിഹാബ് ചെട്ടിയാറമ്മൽ, TK ബഷീർ, ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കുക, ഇന്ധന വിലക്കയറ്റം പിൻവലിക്കുക, അധിക നികുതി കുറയ്ക്കുക, ലേബർ കോഡ് പിൻവലിക്കുക, മോട്ടോർ വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥയുടെ പര്യടനം. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500, 9446 549 027.